കത്തുകളിലൂടെ ഈദ് ആശംസകൾ കൈമാറി ദിവസങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1000 കിലോ ഹരിഭംഗ മാമ്പഴങ്ങൾ അയച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ വിടവാങ്ങലിനു ശേഷം വഷളായ ബന്ധങ്ങൾക്കിടയിൽ ഈ മധുര പ്രകടനം ഏഷ്യയിലെ മാമ്പഴ നയതന്ത്രത്തിന്റെ ഒരു നീണ്ട പാരമ്പര്യം പിന്തുടരുന്നു. ഇത് ഇന്ത്യയോടുള്ള ബംഗ്ലാദേശിന്റെ സമീപനത്തിൽ സാധ്യമായ മാറ്റത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അനുകൂല സാഹചര്യം ഉണ്ടായാൽ ബംഗ്ലാദേശുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് യൂനസിന്റെ മാങ്ങാ നയതന്ത്രം. മോദിയോടൊപ്പം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ എന്നിവർക്കും മാമ്പഴം എത്തിക്കുന്നുണ്ട്. വടക്കൻ ബംഗ്ലാദേശിൽ കൃഷി ചെയ്യുന്ന വളരെ വിലപിടിപ്പുള്ള ഇനമായ ഹരിഭംഗ മാമ്പഴങ്ങളുമായി കണ്ടെയ്നർ ഇന്ന് ഡൽഹിയിലെത്തുമെന്ന് ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഏകോപിപ്പിച്ച ഈ നടപടി ന്യൂഡൽഹിയെ വീണ്ടും സജീവമാക്കുന്നതിനായി ധാക്കയിലെ നിലവിലെ കെയർടേക്കർ ഭരണകൂടം നടത്തുന്ന വിശാലമായ നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ സമ്മാനങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും നയതന്ത്ര സേനയിലെയും വിശിഷ്ട വ്യക്തികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് ഉദ്ദേശിച്ചിരിക്കുന്നു. ഉപഭൂഖണ്ഡത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഈ ഒരു കയറ്റുമതി. അവിടെ സീസണൽ പഴങ്ങൾ, പ്രത്യേകിച്ചും മാമ്പഴം, സൗമനസ്യത്തിന്റെ അടയാളമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായും നേതാക്കളുമായും ഇത്തരം പ്രതീകാത്മക കൈമാറ്റങ്ങളിൽ പലപ്പോഴും ഏർപ്പെട്ടിട്ടുമുണ്ട്. ഏപ്രിലിൽ ബാങ്കോക്കിൽ നടന്ന ബിംസ്റ്റെക് സമ്മേളനത്തിലാണ് മോദിയും യൂനസും അവസാനമായി കണ്ടത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം വർദ്ധിച്ചതും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്ന സാഹചര്യത്തിലുമാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. ജൂണിൽ ബംഗ്ലാദേശിനും യൂനസിനും മോദി ഈദ് ഉൽ അധ ആശംസകൾ അയച്ച് നയതന്ത്രപരമായ ഒരു കൈമാറ്റത്തിന് ശേഷമാണ് മാമ്പഴങ്ങൾ വരുന്നത്. ജൂൺ 6 അയച്ച ഒരു റിട്ടേൺ കത്തിൽ പങ്കിട്ട മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ സന്ദേശവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും യൂനസ് കുറിച്ചു. പരസ്പര ബഹുമാനത്തിന്റെയും ധാരണയുടെയും ആത്മാവ് നമ്മുടെ ജനതയുടെ ക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ രാഷ്ട്രങ്ങളെ തുടർന്നും നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും യൂനസ് കൂട്ടിച്ചേർത്തു. ജൂൺ 4 എഴുതിയ സ്വന്തം കത്തിൽ മോദി ഈദ് ഉൽ അധയെ ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കൂടാതെ ത്യാഗം, കാരുണ്യം, സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമാധാനപരവുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് കേന്ദ്രമാണെന്ന് പ്രസ്താവിച്ചിരുന്നു. മതപരമായ ആഘോഷങ്ങളിൽ ഇതുപോലെ നയതന്ത്ര മര്യാദകൾ പതിവാണെങ്കിലും ഔപചാരിക നയതന്ത്ര ബന്ധങ്ങൾ ഗണ്യമായി വഷളായിരിക്കുന്ന ഒരു സമയത്ത് പുനഃസ്ഥാപിക്കാനുള്ള കൂടുതൽ ആസൂത്രിതമായ ശ്രമത്തിന്റെ സൂചനയാണ് ഈ പ്രത്യേക ക്രമം നൽകുന്നത്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ മൃദുവായ നയതന്ത്ര ഉപകരണമായി മാമ്പഴം ഉപയോഗിക്കുന്നത് പുതിയ കാര്യവുമല്ല. ഉയർന്ന നിലവാരമുള്ള പ്രാദേശിക ഇനങ്ങൾ ഉൾപ്പെടുന്ന മാമ്പഴങ്ങൾ സമ്മാനമായി നൽകുന്നത് വളരെ കാലമായി ഈ മേഖലയിലെ ആതിഥ്യ മര്യാദയുടെയും സൗഹൃദത്തിന്റെയും പ്രതീകമാണ്. 2023 ടീസ്റ്റ നദീജല പങ്കിടൽ കരാറുമായി ബന്ധപ്പെട്ട് മുടങ്ങിപ്പോയ ചർച്ചകൾക്കിടയിൽ സൗഹൃദപരമായ ഒരു സൂചനയായി അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാമ്പഴം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റ് പ്രാദേശിക സാഹചര്യങ്ങളിലും ഈ ഒരു രീതി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 2008 ഉഭയകക്ഷി സംഭാഷണത്തിനുള്ള വാതിൽ തുറക്കുന്നതിനായി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും മാമ്പഴം സമ്മാനിച്ചു. ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ 1986 ഫിലിപ്പീൻസ് പ്രസിഡന്റ് കൊറോസോൺ അക്വിനോയുടെ ഒരു സംസ്ഥാന സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹത്തിന് മാമ്പഴങ്ങൾ സമ്മാനിച്ചിരുന്നു. പശ്ചിമ ബംഗാളിനും ത്രിപുരയ്ക്കും പലപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് സീസണൽ മാമ്പഴ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം ത്രിപുരയ്ക്ക് 300 കിലോഗ്രാം ഹരിഭംഗ മാമ്പഴം ലഭിച്ചു. 60 കാർട്ടണുകളിലായി പാക്ക് ചെയ്ത് അഖൌറ ലാൻഡ് പോർട്ട് വഴി എത്തിച്ചു. ത്രിപുരയുടെ സിഗ്നേച്ചർ ഓഫർ പരമ്പരാഗതമായ രുചിക്ക് പേരുകേട്ട ക്വീൻ ഇനം പൈനാപ്പിളുകളാണ്. ഈ പഴങ്ങളുടെ കൈമാറ്റം പ്രധാനമായും പ്രതീകാത്മകമാണെങ്കിലും രാഷ്ട്രീയ വിയോജിപ്പുകളുടെ കാലഘട്ടത്തിൽ പോലും ഒരു പ്രവർത്തന ബന്ധം നിലനിർത്തുന്നതിന് അവ ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു.